ഞാൻ ജസ്ന. എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അറബിക് സ്വീറ്റ് പരിചയപ്പെടാം, ലുക്കൈമാത്ത്. അറബ് രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഈ ലുക്കൈമാത്ത്, പ്രത്യേകിച്ച് യു എയിൽ ഇത് ഇപ്പോൾ അവരുടെ, അതായത് അറബികളുടെ എന്ത് ഫെസ്റ്റിവലിനും എന്ത് വിശേഷ ദിവസങ്ങളിലും ഈ ലുക്കൈമാത്ത് ഉണ്ടാക്കുക. അവർ എങ്ങനെയാണ് ഈ ലുക്കൈമാത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ വേണം. 2 ടേബിൾ സ്പൂണോളം അധികം വെള്ളമില്ലാത്ത തൈര് എടുത്ത് വെക്കണം. 1.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റ്, ആക്റ്റീവ് ഈസ്റ്റാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാനുള്ള സമയം കുറച്ച് കൂടുതൽ വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ ആണിത്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചത് ഇട്ട് കൊടുത്തു. പഞ്ചസാര, ഉപ്പ്, പിന്നെ ഈസ്റ്റ്, ഇതെല്ലാതും കൂടി ആദ്യം നമുക്ക് കൈവച്ചിട്ടൊന്ന് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം ഓയിലും തൈരും, അധികം വെള്ളമില്ലാത്ത തൈര് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. ഇതും കൂടി ഇട്ടതിന് ശേഷം കൈവച്ച് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, അതായത് നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ചൂടുണ്ടായിരിക്കണം, ആ ഒരു രീതിയിലുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചായിട്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് കുഴയ്ക്കണം. കൈ വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഈസ്റ്റ് ഇതിലേക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്തത്, അതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഇളം ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഒന്ന് പൊങ്ങാൻ വെച്ചത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളം ചേർത്തിട്ട് വേണം നിങ്ങളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഏതാണ്ട് ഇതുപോലത്തെ ഒരു ബാറ്റർ ആയിരിക്കണം, ഒരു മാവായിരിക്കണം നമ്മൾ ആദ്യം കുഴച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ആക്റ്റീവ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് 1 മണിക്കൂർ, 1 മുതൽ 1.5 മണിക്കൂർ വരെ വെച്ചാൽ മതി. നമ്മൾ ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എന്തായാലും നിങ്ങളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീര്. അത് നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അതേ നമ്മുടെ പഞ്ചസാരപ്പാനിയൊക്കെ ഏതാണ്ട് ഒന്ന് തിളച്ചത് ഇതുപോലെ ഒരു തവണ നമുക്ക് കൈമ പിടിക്കുമ്പോൾ ഒന്ന് ഒട്ടണം, എന്നാലോ ഒരു നൂൽ പാകവ് ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒട്ടുന്നൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാവൊന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ പൊന്തിയിട്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് ലൂസുള്ളൊരു മാവൊന്നും അല്ല കേട്ടോ. നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കോരിയിടാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ കൈ വെച്ച് നമ്മൾ ആ ഒരു വിരൽ വെച്ച് നമ്മൾ ഇടുമ്പോൾ അത് താഴേക്ക് അങ്ങ് വീഴാം. ആ ഒരു ഇതിലായിരിക്കും നമ്മൾ മാവ് കുഴച്ച് വെച്ചത് എടുക്കേണ്ടത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നത് എനിക്ക് ഇതുപോലെ കൈവച്ചിട്ട് ഞാൻ ചെറിയ ഇതായിട്ട് പിച്ച് ഇതിലേക്ക് ഇടും. അങ്ങനെ നുള്ളി നമ്മൾ കൈവച്ച് കോരി ഇത് ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടാൻ പറ്റും. ഇനി നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം.
അതായത് ഡാർക്ക് ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴിയുള്ള ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കാം. കാരണം ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ഇതിൽ നിന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ലുക്കൈമാത്താണിത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പഞ്ചസാര പാനിയാണ്. നമ്മൾ പൊരിച്ച് എടുത്തതിന് ശേഷം ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു പഞ്ചസാര പാനിയിൽ ഒന്നിട്ട് നന്നായി എല്ലാതും ഒന്ന് മിക്സാക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ നന്നായി മിക്സ് ആക്കിയിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഞ്ചസാര പാനി അതിൻ്റെ മേലെ ഒന്നും ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിരിക്കും. ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ പഞ്ചസാര പാനിയിലിട്ട് എന്തായാലും കോട്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ഡേറ്റ് സിറപ്പ്, അതായത് ഈന്തപ്പഴത്തിൻ്റെ സിറപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഹണി, തേനോ നമുക്കതിൻ്റെ മേലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഡിപ്പായിട്ടും നമുക്ക്, അതായത് ഇപ്പോൾ പഞ്ചസാര പാനിയിൽ കോട്ട് ചെയ്തതും വെക്കുക, മറ്റേത് ഡിപ്പായിട്ടും വെക്കുക. അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് എള്ളും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ ഈ ലുക്കൈമാത്തും ഡേറ്റ് സിറപ്പും അതുപോലെ ഈ എള്ളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ഒരു അറബിക് സ്വീറ്റ്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.